പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയ മുഖാന്തരം നിങ്ങളുടെ മധ്യത്തിലായിരിക്കും തക്കവണ്ണം ദൈവം സഹായിച്ചതിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി കാണുവാൻ ദൈവം സഹായിച്ച വലിയ ഭാഗ്യത്തിൽ ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടാകുവാൻ, സമാധാനമുണ്ടാകുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ചില ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നത്. ഈ 6 കാര്യങ്ങൾ ഓരോന്നായിട്ട് വേദപുസ്തക മുഖാന്തരം തെളിയിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് കർത്താവിനെ ഭയപ്പെടുക. സങ്കീർത്തനം 128:1 പറയുന്നു, കർത്താവിനെ ഭയപ്പെടുക. കർത്താവിനെ ഭയപ്പെടുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ് വേദപുസ്തകത്തിൽ വ്യക്തമായി പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ മറ്റുള്ളതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ദൈവത്തോടുള്ള ഭയം നമ്മിൽ കുറയുമ്പോഴാണ് നമ്മൾ മറ്റു പലതിനെയും ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുക. രണ്ടാമത്, ഒരുമിച്ച് സേവിക്കുക. കുടുംബം ഒരുമിച്ച് ദൈവത്തെ സേവിക്കുക. യോശുവ 24:15 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും എന്ന ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ കുടുംബമായി ഒരുമിച്ച് ദൈവത്തെ സേവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം നിലനിൽക്കുക തന്നെ ചെയ്യും. അവിടെ പിശാചിനോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതൊരു മോഹത്തിനോ നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം സത്യമായ കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഒരാൾ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, മറ്റേയാൾ പ്രാർത്ഥിക്കാത്ത വ്യക്തിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരുമിച്ച് സേവിക്കുക. അടുത്ത വേദപുസ്തകം പറയുന്നത്, ഭർത്താക്കന്മാർ നിങ്ങളുടെ സ്നേഹവും പരിചരണവും ജീവിതത്തിൽ ഉണ്ടാകുക. ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്നേഹവും പരിചരണവും ഉണ്ടാകുക. പലയിടങ്ങളിലും സ്നേഹം കാണും, പക്ഷെ പരിചരണം കാണത്തില്ല. പരിചരണം ഉണ്ടെങ്കിലും സ്നേഹമില്ലാത്ത പല കുടുംബത്തിനകത്തും സ്നേഹിക്കുവാൻ മറന്നു പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് വ്യക്തമായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എഫേസ്യരുടെ ലേഖന പുസ്തകം 5:25 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, അവരെ പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും വേണമെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹിക്കാൻ മറന്നു പോകുന്ന ഒരു അനുഭവം ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്, പ്രതികൂലങ്ങൾ ഉണ്ടാകുകയാണ്. ആഹാരം കഴിക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വീട്ടിനകത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഭർത്താവാണ് എങ്കിൽ, ഇത് കേൾക്കുന്നു എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്നേഹവും പരിചരണവും ഏറ്റവും കുടുംബത്തിന് ആവശ്യമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അടുത്ത ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യണം എന്ന് വേദപുസ്തകം പറയുന്നു. എഫേസ്യരുടെ ലേഖന പുസ്തകം 5:33 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഭാര്യമാരോട് പറയുക, നിങ്ങൾ ബഹുമാനിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യണം. പല വീട്ടിനകത്തും ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പിന്തുണ നൽകാതെ അതിനെ നിരുത്സാഹം ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് തെറ്റ്, അങ്ങനെ പോയാൽ ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അനുഭവം ഈ ലോകത്തിനകത്ത് ക്രൈസ്തവ മേഖലയിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ആ വീട്ടിനകത്ത് ഒരു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരിക മാത്രമല്ല, ഇവർ പിരിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം അതിനകത്ത് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ ബഹുമാനിക്കണം. എങ്ങനെ നമ്മൾ ബഹുമാനിക്കണമോ ആ രീതികളിൽ നമ്മൾ ബഹുമാനിക്കുവാൻ തയ്യാറാകുക. മാത്രമല്ല പിന്തുണ നൽകുക. അവരെ ഒന്നും
പ്രൊമോട്ട് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇത് ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു ഭാര്യ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ഭവനത്തെ പണിയുവാൻ നമുക്ക് കഴിയുമെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. അടുത്ത മാതാപിതാക്കളോട് പറയുകയാണ്, പരിശീലനവും പോഷകവും ഉണ്ടാകണം. ആമേൻ. സദൃശവാക്യം 22-ാം അധ്യായം 6-ാം വാക്യം, എഫേസ്യർ 6-ാം അധ്യായം 4-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. ശരിയായ രീതികളിലുള്ള പരിശീലനങ്ങൾ നാം നൽകുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും നാം ഒരു വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയും. പരിശീലിപ്പിക്കുക. അതോടൊപ്പം തന്നെ കോപം കാണിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കോപിച്ച് മക്കളെ നേർവഴിയിൽ നടത്തുവാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് ലോകത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് കോപിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അവരെ കോപം കാണിക്കേണ്ട സമയത്ത് കോപം കാണിച്ച നല്ല ഒരു പരിശീലന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ചെയ്യുമെങ്കിൽ ഒരിക്കലും നാം നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ കാണിക്കുന്ന ആ വഴി വിട്ട് മക്കൾ പിന്തിരിഞ്ഞു പോകത്തില്ല എന്ന കാര്യം വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കുട്ടികളെ നോക്കിക്കൊണ്ട് ബൈബിൾ പറയുന്നത്, നിങ്ങൾ അനുസരിക്കുക, ബഹുമാനിക്കുക. കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും വേണം. അത് സമാധാനത്തിനും ഐക്യത്തിനും കാരണമാകുന്നു. എഫേസ്യരുടെ ലേഖന പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, കുട്ടികളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയൊരു മാറ്റം നമുക്കുണ്ടാകും. ഇവിടെ വേദപുസ്തകം പറയുന്നത് സമാധാനവും ഐക്യതയും നമുക്കുണ്ടാകും. ഇന്ന് കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അനുസരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അത് കാരണം ചെറുപ്രായത്തിലെ കുട്ടികൾ വഴിവിട്ടു പോകുന്ന അനുഭവത്തിലേക്കാണ്, ലഹരികളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള മോഡിഫിക്കേഷനായ കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ ചിന്ത മാറിപ്പോകുന്ന ഒരു കാര്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നത് മൊബൈലാണ്. ഈ മൊബൈൽ കാരണം പല കുട്ടികളും അതിലേക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനൊരു ചെറിയൊരു അനുഭവം പറഞ്ഞു ഞാൻ എൻ്റെ ഈ ചെറിയ ഷോർട്ട് മെസ്സേജിൽ നിന്നും വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു മാതാവും പിതാവും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് കടന്നു വന്നു. ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏകദേശം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 16 വയസ്സ് പ്രായമെങ്കിലും ആ ആൺകുട്ടിക്കുണ്ട്. ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ കൊടുത്തിരിക്കുകയാണ്. ആ മൊബൈലിൽ ഒന്ന് വാങ്ങി വെച്ചപ്പോൾ ആ കുട്ടിയുടെ മുഖത്തു നിന്നുണ്ടായ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം ആ കടയിലിരിക്കുന്ന സകല വ്യക്തികൾക്ക് അത് ആശ്ചര്യമുണ്ടാകുവാനിടയായി. ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും മൊബൈൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഭയന്ന് ആ കുട്ടിയുടെ കരങ്ങളിൽ മൊബൈൽ കൊടുത്തിരിക്കുകയാണ്. ആ അപ്പൻ പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയാണ്, ഈ മൊബൈലിൽ ചാർജ് തീരുമ്പോൾ അടുത്ത മൊബൈൽ അവന് കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അവൻ വളരെ വയലന്റ് ആകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അടിമയായി പോകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു അനുഭവം കുട്ടികൾക്കുണ്ടാകണം. അവരെ ബഹുമാനിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതുപോലെ തന്നെ വേദപുസ്തകം പറയുന്നത് പോലെ ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾക്ക് അവിടെ അവകാശമില്ല, പിശാചിന് അവിടെ അധികാരമില്ല എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. ഒരു കുടുംബ ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടതായ ചില അനുഭവങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ക്ഷമ
ഒരു കുടുംബത്തിനകത്ത് ഏറ്റവും അത്യാവശ്യമാണ്. ക്ഷമിക്കാൻ തയ്യാറാകണം, പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകണം. കൊലോസ്യരുടെ ലേഖന പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത ദയയുള്ള സംസാരം, ദയയോടുകൂടിയുള്ള സംസാരം നമുക്കുണ്ടാകണം. ഇന്ന് വളരെ സ്പീഡാണ്, എല്ലാവർക്കും സംസാരിക്കാൻ വളരെ സ്പീഡാണ്. അതുകൊണ്ട് ദയയുള്ള സംസാരം നമ്മിലുണ്ടായിരിക്കണം. സദർശവാക്യം 15:1 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. എഫേസ്യരുടെ ലേഖന പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത് പറയുന്നത് വിശ്വസ്തത. എബ്രായർ 13:4 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. നമുക്കൊരു വിശ്വസ്തത ഉണ്ടാകണം. അത് കിടക്കയായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്കൊരു വിശ്വസ്തത ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അതുപോലെ ഔദാര്യം. പ്രവർത്തികളുടെ പുസ്തകം 25-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് സമയവും ഊർജവും നൽകണം. അതുപോലെ തന്നെ അവർക്ക് ഔദാര്യവുമായിട്ട്, അതായത് വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് നമ്മെ ഔദാര്യമായി സ്നേഹിച്ചു. അതുപോലെ നമുക്ക് ഔദാര്യമായിട്ട് കുടുംബത്തിന് വേണ്ടി പരസ്പരം ചെയ്യാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് ഒരിക്കലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വരത്തില്ല. അവയ്ക്ക് ആയുസ് ഉണ്ടാകത്തില്ല, പ്രശ്നങ്ങൾക്ക് ആയുസ് ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിശ്ചയമായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേരെ, ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. തുടർന്നുള്ള നാളുകൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചന മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കൊടുക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.